സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട റുക്നുകളിൽ ഒന്നാണല്ലോ. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഫാത്തിഹ ഓതി തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് എന്റെ റബ്ബ് ഇപ്പോൾ പറയുന്നുണ്ട് എന്ന ബോധം അയാൾക്കുണ്ടാകണം. റഹ്മാനുർ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ വല്ലാതെ ധാരാളമായി സ്തുതിച്ചിരിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബ് പറയും. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിനുശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള തൗഹീദിന്റെ ഖരാറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖരാറാണ്. അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുമെന്ന് പ്രഖ്യാപിച്ച എന്റെ അടിമ ഇനി എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം നൽകുമെന്ന് റഹ്മാനായ റബ്ബ് പറയുമെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പറയും, ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതെന്റെ അടിമക്കുള്ളതാണ്, ആ ചോദിച്ചതിന് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നതാണ്. ഈ നിലക്ക് റഹ്മാനായ റബ്ബിനോട് അടിമകൾ ആ റബ്ബിനെ സ്തുതിക്കുകയും ആ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ച് റഹ്മാനായ റബ്ബും നമ്മോട് സംഭാഷണം നടത്തുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി, ആ ഗൗരവ ചിന്തയോടുകൂടി ആയിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നമസ്കാരത്തിൽ നിൽക്കേണ്ടത്.